ഹലോ. ഒരുപാട് ദിവസങ്ങളായി, ഒരു മാസത്തോളം കഴിഞ്ഞു കേട്ടോ ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. ഭയങ്കര മടി കൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇവിടെ നമുക്ക് വെള്ളമില്ല കേട്ടോ. വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 വീട്ടുകാർ കൂടി ഒരു ഫുൾ ടാങ്കർ വെള്ളത്തിന് 4000 രൂപയാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു ടാങ്കർ വെള്ളം ഞങ്ങൾ 4 കുടുംബക്കാരും കൂടി എന്താ പറയുക, 3 ദിവസമൊക്കെ ആകുമ്പോൾ, 2 ദിവസമാണ്, 3 ദിവസമൊക്കെ ആകുമ്പോൾ പറ്റേ തീരും. വീണ്ടും 3 ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു ടാങ്കർ വെള്ളം വാങ്ങിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ആവശ്യങ്ങളുള്ളവർ, അതായത് വീട്ടിൽ കൂടുതൽ ജനസംഖ്യ ഉള്ളവർ വീട്ടിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നു. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ വീട് മാറി പോയിരിക്കുന്നു. 2 പേര് അവരുടെ ഫാമിലിയുടെ ഒപ്പം പുറത്തേക്ക് പോയി. പിന്നെ ഒരാൾ ഇവിടെ അടുത്തൊരു വീടെടുത്ത് താമസിക്കും. അപ്പം നമുക്ക് അങ്ങനെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വെള്ളത്തിന് ചിലവ് കുറഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഫുഡ് അത്യാവശ്യം ഒക്കെ ഉണ്ടാക്കുന്നു. അറിയാമല്ലോ ഒരാൾ എന്തോരം വെള്ളം ഉപയോഗിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വെള്ളം, എന്നാൽ പോലും നമ്മൾ 1000 രൂപ 3 ദിവസം കൂടിയിരിക്കുമ്പോൾ നമ്മൾ 1000 രൂപ വീതം ഇടുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു വിഷമം തന്നെയാണ്. അത് ആരുടെയും കുഴപ്പമല്ല, കുറ്റമല്ല. വെള്ളമില്ലാത്തതായത് ഭൂമിക്ക് അടിയിൽ വെള്ളമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് വെള്ളം കിട്ടാത്തത്. അപ്പോഴാണ് കുറേ ആഴ്ചകളോളമായി നമ്മുടെ ശ്രീലത ടീച്ചർ ഇങ്ങനെ വെള്ളം കുളിച്ചുകൊണ്ടുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് എപ്പോഴും ആലോചിക്കും, ടീച്ചർ എന്തോരം വെള്ളമാണ് നശിപ്പിച്ച് കളയുന്നത്. കാരണം ഇപ്പം നമുക്കൊരു 1000 രൂപ ഞങ്ങൾ 4 വീട്ടുകാരും കൂടെ ഷെയർ ഇട്ട് വെള്ളം മേടിക്കുന്നത്. അതേ കണക്ക് തന്നെ ഇവിടെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയൽവക്കം എന്ന് പറയുന്നത്, ഞങ്ങളിവിടെ ഒരു വാർഡിൽ 38 വീട്ടുകാരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും 4 വീട്ടുകാർ ഷെയർ ഇട്ടാണ് വെള്ളം മേടിക്കുന്നത്. ഈ 1000 രൂപ ഷെയർ ഇടാനില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരൊക്കെ ഒരുപാട് ദൂരെ പോയിട്ട് ഈ പുഴയുടെയൊക്കെ സൈഡിൽ ഓലി എന്ന് പറയും, ചെറിയ കുഴി കുത്തി ചിരട്ടയിൽ വെള്ളം കോരി കലത്തിലും കുടത്തിലും ഒക്കെ നിറച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് കുടിക്കാനുള്ള വെള്ളമാണ്, അല്ലെങ്കിൽ ഒരു ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു വെള്ളമാണ് അത്. കുളിക്കാനോ പ്രാഥമികമായ ആവശ്യങ്ങൾക്കോ ആ വെള്ളം തികയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ കൂടിയാണ് ഈ കാടിനോട് ചേർന്ന് കുറെ ആൾക്കാർ ജീവിക്കുന്നത്. ഇനി കാടിനോട് ചേർന്നല്ല, കാടിന്റെ ഉള്ളിലായിക്കോട്ടെ. ഇപ്പൊ ഈ മൂന്നാർ ടൂറിനൊക്കെ വരുന്നവര് അവർക്കൊക്കെ കാണാൻ പറ്റും കേട്ടോ. വട്ടവടയിലൊക്കെ പോകുമ്പോൾ, നമ്മുടെ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരുപാട് ആദിവാസികൾ കാട്ടിൽ നിന്ന് കാലവും കുടവും ഒക്കെ ആയിട്ട് അവർ കിലോമീറ്ററുകളോളം നടന്നാണ് അവർ ഈ വെള്ളം എടുക്കാൻ വേണ്ടി വരുന്നത്. അവർക്ക് ഒരു നേരമൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവുകയുള്ളൂ. കാരണം ഒരാൾ കിലോമീറ്ററുകളോളം നടന്ന് അവർ വെളുപ്പിനെ നടക്കാൻ തുടങ്ങിയാലാണ് അവർക്കൊരു നേരം വെളുക്കമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ജനവാസം ഉള്ള സ്ഥലങ്ങളിലേക്ക് എത്താൻ പെടുകയുള്ളൂ. അപ്പോൾ അവിടെ ഈ ഒരിക്കലും പറ്റാത്ത കിണറുള്ള വീട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള മനുഷ്യൻ്റെ നന്മ പറ്റിപ്പോയിട്ടില്ലാത്ത മനുഷ്യത്വമുള്ള വീട്ടുകാർ ഇവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. ഇവരത് തലയിൽ ചുമന്ന്, ചില ആരോഗ്യമുള്ള പുരുഷന്മാരും ഉണ്ട് കേട്ടോ വെള്ളം ചുമക്കാൻ വേണ്ടി, സ്ത്രീകൾ മാത്രമല്ല. അപ്പോൾ അവർ ഈ പുരുഷന്മാരൊക്കെ 2-3 കാലം ഇങ്ങനെ മേലിൽ വെച്ചിട്ട്, നമ്മൾ രാജസ്ഥാനികളുടെ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ, നമ്മൾ സീനറിയൊക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പല പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. രാജസ്ഥാനികൾ ഈ മണലാരണ്യത്തിലൂടെ തലയിൽ ഇങ്ങനെ കലങ്ങൾ ഇങ്ങനെ വെച്ച് ഒരുപാട് കലങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുന്ന, അത്ര ഇല്ലെങ്കിൽ പോലും ഈ കലങ്ങളിലും കുടങ്ങളിലും വെള്ളം ശേഖരിച്ചുകൊണ്ട് പോകുന്ന ആ മനുഷ്യർ, ഒരുപാട് സമരമുറകൾ, സമര രീതികൾ നമ്മൾ പയറ്റി തെളിഞ്ഞതാണ് നമ്മുടെ കേരള ജനത. അപ്പം മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ശ്രീലത ടീച്ചറുടെ ഈ പ്രതിഷേധം എത്തണം എന്ന് തന്നെയാണ് പുള്ളിക്കാരി പറയണത്. കോളേജിലെ സഹപ്രവർത്തകനും സഹപ്രവർത്തകനെ സംരക്ഷിച്ച മേലധികാരികളും ഒക്കെ ശിക്ഷ കിട്ടണം. അവരെ സർവീസിൽ നിന്ന്
എന്താ പറയുക സർവീസ് അവർക്ക് വേണ്ട, അവർ ജോലി എടുത്ത് ജീവിക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഓക്കെ, ഈ തക്കതായ ശിക്ഷ മറ്റുള്ളവർ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളോട് പ്രതികരിക്കുമ്പോൾ നമ്മുടെ കയ്യിലും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ വേണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്ക് പറയാൻ തന്നെ കുറച്ച് ചളിപ്പൊക്കെ ഉണ്ട്, കാരണം ഞാൻ കുലശ്രീ അല്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടാൽ പോലും എൻ്റെ 2 ആമക്കൾ ഈ വീഡിയോ കാണും. അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ആ ലൈവ് പ്രോഗ്രാമിൽ അവർ പറയുന്ന ചില കാര്യങ്ങളും പിന്നെ ചില ഷോർട്സ് വീഡിയോയ്ക്കകത്ത് അവർ പറയുന്ന കാര്യങ്ങളും ഒക്കെ പറയാൻ എനിക്കൊരു ചളിപ്പുണ്ട്. എങ്കിലും എന്താ പറയുക, ഒരു ആണും പെണ്ണും അല്ലെ ഒരു സ്ത്രീയും പുരുഷനും സെക്സിൽ ഏർപ്പെടാൻ വേണ്ടി അവർക്ക് അതിനുള്ള തയ്യാറെടുപ്പിലും സംഭവങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഈ പുള്ളിക്കാരത്തിയുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, അല്ലാതെ തന്നെ ഒരുപാട് വൾഗാരിറ്റിയായിട്ടുള്ള സംസാരമായിക്കോട്ടെ. ഇപ്പം ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡ്രസ്സിങ് ഒരു എല്ലാ മനുഷ്യരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ പ്രായത്തിന് അങ്ങനെയൊന്നും അല്ല അവർ പറഞ്ഞു. അവർ വളരെ ചെറുപ്പമാണ്. അപ്പോൾ അവരതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നു. അതിനകത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പുറമേ കാണിക്കുന്നതല്ലല്ലോ നമ്മുടെ വായിക്കൂടി വരുന്നത്. അതിന് കുറച്ച് മാന്യതയും മര്യാദയൊക്കെ സംസ്കാരം ഉണ്ടായാൽ മാത്രമേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആൾക്കാർ നമ്മുടെ ഒപ്പം നിൽക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇതിൽ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന പ്രഗത്ഭരായ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ 1-2 പേരൊക്കെ ഇതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്തിട്ടുള്ളൂ. അവർ ചെയ്തപ്പോഴും ടീച്ചറിൻ്റെ കുറച്ച് നെഗറ്റീവ്സ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ കുടിക്കുന്ന വെള്ളം പാഴാക്കി കളയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒന്നും സപ്പോർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ ഇവരുടെ ലൈവിൽ വന്ന രാത്രി ഇവരിടുന്ന ആ ലൈവിൽ വന്നിട്ട് അവർ പറയുന്ന ആ ഓരോ കാര്യങ്ങൾ കേട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും അവരുടെ ഈ ഒരു കുളി സമരത്തിൽ അവർക്ക് സപ്പോർട്ടില്ല എന്ന് എനിക്ക് അവരെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം അവരുടെ ലൈവ് കാണുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ ഈ പുള്ളിക്കാരത്തിൻ്റെ ടീച്ചറിനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ചാനൽ തുടങ്ങിയിട്ടാണ് കൂടുതൽ ഇവരുടെ വീഡിയോസൊക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഭർത്താവ് ഉപേക്ഷിച്ചതോ ഭർത്താവ് മരിച്ചതോ ആയ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മുടെ കയ്യിൽ വളർത്തി ശരി, ഇനി നമ്മുടെ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറയട്ടെ, നമ്മുടെ മരണത്തോളം നമ്മൾ ആ കുട്ടികളായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടികൾക്ക് ഒരു നാണക്കേട് അപമാനം ഉണ്ടാക്കാതെ ജീവിക്കേണ്ട ഒരു മര്യാദയും കടമയും സത്യവും അതിനകത്തുണ്ട്. നമ്മുടെ മക്കൾ നമ്മളെ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുമ്പോൾ ആ ടീച്ചറിൻ്റെ കുട്ടികൾ പോലും ഒരു സപ്പോർട്ടില്ല എന്ന് പറയുമ്പോൾ അത് ആ ടീച്ചറിൻ്റെ ഇങ്ങനെയുള്ള പ്രവൃത്തികളും ഇങ്ങനെയുള്ള വായിന്ന് വരുന്ന വാക്കുകളും ഒക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിന് ആ കുട്ടികളെ കുറ്റം പറയാൻ പറ്റൂല. കാരണം ഞാനും ഒരു എന്താ പറയുക, പ്രസവിച്ച് 3-ാം ദിവസം ഭർത്താവ് നഷ്ടപ്പെട്ട് മരണപ്പെട്ടു പോയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ആ 2 ആൺകുട്ടികളെയും വളർത്തി ഇന്ന് അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്താ പറയുക, അവരുടെ എല്ലാ കാര്യങ്ങളും അവരാവശ്യപ്പെട്ടതും ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിച്ച് ആ സബ്ജക്റ്റിൽ അവർ ജോലി എടുക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു പോയി. ഞാൻ ഒറ്റയ്ക്കായി എങ്കിൽ പോലും ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ അടുത്ത് എൻ്റെ മക്കളില്ല എന്ന് വിചാരിച്ച് എനിക്ക് എന്തു വേണമെങ്കിലും എൻ്റെ പ്രായത്തെ മറിഞ്ഞ് എനിക്ക് കാണിക്കാം. പക്ഷെ അതല്ല, നമ്മുടെ ജന്മം നമ്മുടെ മരണത്തോളം നമ്മുടെ മക്കളുമായിട്ട് തന്നെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അല്ലേ. ഞാൻ ഭർത്താവില്ലാത്ത സ്ത്രീകളുടെ കാര്യം പറയുന്നത്, അത് കുലശ്രീ എന്നുള്ള ഇതിലല്ല പറയുന്നത്. ഏതൊരു അമ്മയ്ക്കും മക്കൾ കഴിഞ്ഞിട്ട് ഈ ഭൂമിയിൽ മറ്റെന്തോ ഉള്ളൂ. അപ്പം നമ്മൾ ആ മക്കളെ നാണക്കെടുത്താതിരിക്കാനുള്ള ഒരു സന്മനസ് നമ്മൾ ആ കുട്ടികളോട് കാണിച്ചേ പറ്റുള്ളൂ. അവർ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാ. അപ്പോൾ ആ കുട്ടികളെ നമ്മൾ നാണം കെടുത്താതിരിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം കടമയും ഒക്കെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ നിന്ന് വന്നു പോയ അല്ലെങ്കിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതിനകത്തൊരു മാറ്റവും ഇല്ല. എന്ത് ചെയ്യുന്നതിലും ആ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഇതേപോലെ വായിൽ നിന്നും വൾഗാരിറ്റിയായിട്ടുള്ള വാക്കുകൾ വീണത് കണക്ക് തന്നെ ഇന്നൊരു സമരമുറയുമായി മുന്നോട്ട്
പോകുമ്പോഴും പുള്ളിക്കാരത്തി അതിൽ ചെയ്യുന്ന ആ സമരത്തിലും സമരമുറയിലും പുള്ളിക്കാരത്തേക്ക് ഒരു വൾഗാരിറ്റി അതിനകത്ത് കൊണ്ടുവന്നാലേ സമാധാനമാവുള്ളൂ എന്നുള്ള ഒരു ഇതും പുള്ളിക്കാരത്തിൻ്റെ ഇതിനകത്ത് ചാനലിനകത്തുണ്ട്. ഇപ്പം പുള്ളിക്കാരത്തി ഇന്ന് 1 മണിക്കൂറിന് മുൻപേ ചെയ്ത ഒരു വീഡിയോയിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പം അത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ ഇവരുടെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ഇവരുടെ ഒപ്പം നിൽക്കാൻ ഒരു നിയമവശം ഇപ്പം അവരുടെ വീഡിയോ കാണുന്ന ഒരുപാട് അഡ്വക്കേറ്റ്സ്മാരുണ്ടാവാം, പോലീസുകാരുണ്ടാവാം, സ്വയമേ കേസ് എടുക്കാൻ പറ്റിയൊരു ജഡ്ജി ഉണ്ടാവാം. പക്ഷെ ഇതൊന്നും ചെയ്യാതെ അവരും കേസ് കൊടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. അവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയൊന്നും സംഭവിക്കില്ലായിരുന്നു, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം പാടില്ലായിരുന്നു അവർക്ക്. അപ്പം അവരുടെ ഒരു വീഡിയോ കാണിച്ചു തരാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുള്ളിക്കാരത്തി ഇപ്പോൾ 1 മണിക്കൂറിന് മുന്നേ ഇട്ടൊരു വീഡിയോ ആണ്. അതിനുശേഷം പുള്ളിക്കാരത്തി എഴുന്നേറ്റ് പോകുന്ന ഒരു സീനുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ പുള്ളിക്കാരത്തിനെ പറയുന്നത് എന്തോ പുള്ളിക്കാരത്തിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ മനസ്സിലാകാത്ത പാവം നടിക്കണം. കാരണം കമൻറ്റൊക്കെ വായിക്കുന്നുണ്ട്, എല്ലാത്തിനും ലൈക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരത്തി. എന്നിട്ടും പുള്ളിക്കാരത്തിക്ക് ആ ഒരു ഇത് എന്താണെന്നുള്ളത് അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. കുളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ എന്തെങ്കിലും വില അറിയുമോ എൻ്റെ ശ്രീലതയെ നിങ്ങൾക്ക്? എന്തോരം ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടുന്നെന്നറിയാം. ആദ്യം പറഞ്ഞത് കണക്ക് ഇനിയും വരാൻ പോകുന്ന വറുതി എത്ര ഇതാണെന്ന് അറിയാമോ ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സമരമുറ മാറ്റി പിടിച്ചിരുന്നെങ്കിലും എനിക്കൊരു അപേക്ഷയുണ്ട്. മറ്റേതെങ്കിലും ഒരു സമരമുറ സ്വീകരിക്കാൻ പാടില്ലേ? സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനെ സമരം ചെയ്തിട്ടൊന്നും മുഖ്യമന്ത്രി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണുമായിരിക്കും, കണ്ണുണ്ടല്ലോ, കാണുമായിരിക്കും. ഉപദേഷ്ടാക്കളൊക്കെ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നുണ്ടാവാം ഇങ്ങനെ ഒരു സ്ത്രീ സ്വന്തം വീട്ടിലെ വെള്ളം നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടാവാം. പക്ഷേ എന്നാൽ പോലും മുഖ്യമന്ത്രി പ്രതികരിക്കുമോ അതിന് ആക്ഷൻ എടുക്കുകയോ ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അതങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോയി സമരം ചെയ്തു എന്നൊക്കെ പറഞ്ഞു, വാർത്തയൊക്കെ മറുനാടൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേപോലെ നിങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ പോയി സത്യാഗ്രഹം ഇരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എന്തോരം ജനങ്ങൾ ഇപ്പം നിങ്ങളുടെ നാട്ടിൽ തന്നെ ആയിരിക്കട്ടെ, അട്ടപ്പാടിയിലായിക്കോട്ടെ, കണ്ണൂർ, കാസർഗോഡ്, അവിടെയൊക്കെ വെള്ളമില്ല. എത്രയോ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം അട്ടപ്പാടിയിലെ കാര്യമൊക്കെയാണ് നമുക്ക് നേരിട്ട് അറിയാം കേട്ടോ. കാരണം അവിടുത്തെ ഹെൽത്ത് സെൻ്ററിലെ ജോലിക്കാരൊക്കെ നമ്മുടെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതാണ് അവിടെ വറുതിയാണ്, വെള്ളമില്ലാന്ന്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഭയങ്കര ഒരു മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെള്ളം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ നമ്മൾ പൈപ്പ് തുറന്നിട്ട് പല്ല് തേക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വെള്ളം നശിപ്പിച്ച് കഴിയുമ്പോൾ ഒക്കെ നമ്മൾ പറയാറില്ലേ ജലം അമൂല്യമാണ്. ഓരോ സ്കൂളിൻ്റെ മതിലേലും എഴുതി വെച്ചിരിക്കുകയാണ് ജലം അമൂല്യമാണ്, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനൊക്കെ അല്ലേ. അതുപോലെ ഞാനും പറയാണ് ജലം അമൂല്യമാണ്. ഒരു കുപ്പി വെള്ളം കിട്ടാതെ അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം കിട്ടാതെ സങ്കടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉണ്ട്. ആദ്യം പറഞ്ഞ കണക്ക് ഞങ്ങളൊക്കെ വില കൊടുത്ത് തന്നെയാണ് വാങ്ങിക്കുന്നത്. വില കൊടുത്ത് വാങ്ങാൻ നിവർത്തിയില്ലാത്ത ഒരുപാട് പാവങ്ങളുണ്ട്. അപ്പോൾ അവരെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക. നമ്മൾ ഏത് സമരമുറ സ്വീകരിച്ചാലും നമ്മൾ നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാരെ കുറിച്ചും കൂടി ഒന്ന് ചിന്തിക്കുക കേട്ടോ. നിങ്ങൾക്ക് വേഗം നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടട്ടെ. നിങ്ങൾ ആവശ്യപ്പെടുന്നത് കണക്ക് തന്നെ നിങ്ങളുടെ അവർക്ക് ശിക്ഷ കിട്ടട്ടെ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈവിലൊക്കെ വന്നിരുന്ന് ഇന്ന് രാത്രി തുണിയില്ലാത്ത ലൈവുണ്ട്, എല്ലാവരും കാണാൻ വരണം സമയം പറഞ്ഞൊക്കെ, അതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ വന്നത്. അപ്പോൾ അതൊന്നും ഇനി ചെയ്യാതിരിക്കാൻ
എൻ്റെ ഒരു ചെറിയൊരു ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ഇനി നിങ്ങളുടെ ഇഷ്ടം. വെള്ളം ദുരുപയോഗം ചെയ്യരുത് കേട്ടോ.